അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്തരത്തിലുള്ള താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള അട്ടിമറികളും ഭരണകൂടത്തിലുള്ള അട്ടിമറികളും പട്ടാള ഭരണം കൊണ്ടുവരലും ജനാധിപത്യത്തിന്റെ പേരിലുള്ള മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ ഇല്ലാതാക്കലും എല്ലാം അത് വളരെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ വിശേഷിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പുതിയ കാര്യമല്ല. ഇവിടെ പുതിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ, താങ്കൾ പറയുന്ന പോലെയുള്ള അവിടെ നടക്കുന്ന ആഘോഷ പ്രകടനങ്ങളും അത്ര 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 പുതിയ കാര്യമല്ല. കാരണം താങ്കൾ ഓർക്കുകയാണെങ്കിൽ യൂറോപ്പിൽ നടന്ന ഈ വർണ്ണ വിപ്ലവങ്ങൾ, കളർ കോഡഡ് റെവല്യൂഷൻസ് അഗൻസ്റ്റ് അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്തവരെ പുറത്താക്കിക്കൊണ്ടുള്ള യുക്രൈൻ കീവിലും മറ്റു പല സ്ഥലങ്ങളിലും നടന്ന വർണ്ണ വിപ്ലവങ്ങൾ, അമേരിക്ക നയിച്ച വിപ്ലവങ്ങളെ ജനങ്ങൾ ആഘോഷിക്കുകയുണ്ടായി, പലരെയും തിരഞ്ഞെടുക്കുകയും ഉണ്ടായി. ജനങ്ങൾ തിരഞ്ഞെടുക്കുകയും ഉണ്ടായി. പിന്നെ ഈ താങ്കൾ പറയുന്ന ഒരു കാര്യം വ്യക്തമാണ്. ഞാൻ ഈ പറയുന്ന മുർഡോവിന്റെ ഒരു ആരാധകനല്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ജനാധിപത്യവാദിയാണെന്നും നമ്മളൊക്കെ അറിയുന്ന രീതിയിലുള്ള ഒരാൾക്ക് ഒരു വോട്ട് തെരഞ്ഞെടുപ്പ്, അതിൽ വിജയിക്കുന്നയാൾക്ക് അധികാരം, അത്തരത്തിൽ നമ്മൾ അറിയുന്ന ഇന്ത്യയിൽ പാർലമെന്ററി ജനാധിപത്യം ആസ്വദിക്കുന്ന ഒരു ഇടതുപക്ഷക്കാരൻ അറിയുന്ന രീതിയിലുള്ള ഒരു ജനാധിപത്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരവധി അതിൽ പങ്കെടുത്ത് അവിടെ പോയിട്ടുള്ളവരും മറ്റും യോജിക്കുന്നു. ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം പറയുന്ന എന്നാൽ ഏകാധിപത്യ പ്രവണത കാണിക്കുന്ന ഒരു ഭരണകർത്താവായിരുന്നു ഷാവേസും അതിനെ തുടർന്ന് വന്ന മുർഡോവും. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. പ്രശ്നം ഇവിടെ ഇപ്പൊ നോർത്ത് കൊറിയയില് ഇതിലും വലിയ ഏകാധിപത്യമാണെന്ന് ട്രംപിന് അറിയില്ലേ? എന്നാൽ ട്രംപ് പറയുന്നത് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്ത് നോർത്ത് കൊറിയയിൽ ഏകാധിപതിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പോയി കാണുകയുണ്ടായി, താങ്കൾ ഓർക്കുകയാണെങ്കിൽ. അപ്പൊ ഏകാധിപത്യമോ സോഷ്യലിസമോ അല്ല പ്രശ്നം. ഇനി ഏതർത്ഥത്തിലും ഇത് ഒരു സാമ്പത്തിക ലാഭങ്ങൾക്കും ജിയോ പൊളിറ്റിക്കൽ മേൽക്കോയ്മയ്ക്കും വേണ്ടി നടക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു നടപടിയാണ്. അത് പഴയ രീതിയിലുള്ള സാമ്രാജ്യത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒബാമയുടെയോ ബൈഡന്റെയോ കാലത്തുള്ള ഈ വിപ്ലവങ്ങളെ പോലെ ഈ കളർ കോഡഡ് വിപ്ലവങ്ങളെ പോലെ അല്ല. ഇത് ഒരു കച്ചവട സാമ്രാജ്യത്വത്തിന്റെ, കൊളോണിയൽ സാമ്രാജ്യത്വത്തിന്റെ യുദ്ധത്തിന്റെ സ്വഭാവം. അതായത് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഉണ്ടായിരുന്ന 19ാം നൂറ്റാണ്ടിൽ നടക്കുന്ന വൻ ശക്തികൾ തമ്മിലുള്ള ഒരു മത്സരത്തിന്റെയും യുദ്ധത്തിന്റെയും കൊള്ളയുടെയും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന യാതൊരു ലോക നിയമങ്ങളും ബാധകമല്ലാത്ത ഒരു സാമ്രാജ്യത്തെ കടന്നാക്രമണമാണിത്. അതാണ് തിരിച്ചറിയേണ്ടത്. കാരണം എത്രത്തോളം അവിടെ വെനസ്വേല എത്രത്തോളം സ്വതന്ത്രമായിരുന്നു, ജനാധിപത്യമായിരുന്നു, എത്രത്തോളം സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളല്ല പ്രധാനം ഇവിടെ നടക്കുന്നത് ഒരു നൂറ്റാണ്ട് പുറകിലേക്ക് പോയുള്ള ഒരു കച്ചവട സാമ്രാജ്യത്വമില്ലല്ലോ. വലിയ കൊള്ളയും സാമ്രാജ്യത്വം, നേരിട്ട് കച്ചവടത്തിന് ലാഭത്തിന് വേണ്ടി നിൽക്കുന്ന, അതായത് യുണൈറ്റഡ് നേഷൻസോ അല്ലെങ്കിൽ ഗാട്ടോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു അതിന്റെ നേതാവായിട്ടാണ് ട്രംപ് വന്നിരിക്കുന്നത്.